അപ്പോൾ ഈ ഉടമ്പടി എടുത്ത് പപ്പടച്ചെടുത്തി അവർ ഈ ഭർത്താവിൻ്റെ അവർക്ക് ആന്തരികമായ ബോധ്യം കിട്ടി, കർത്താവ് ഈ വിഷയത്തിൽ ഇടപെടും. ഇതാണ് ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യും, അത് മുളയെടുക്കണം നീ അറിയണില്ലേ എന്ന് പറഞ്ഞില്ല ഐസയ 43:18. അപ്പോൾ അവർക്കറിയാം കർത്താവ് ചെയ്യാൻ പോകുന്ന പുതിയ കാര്യങ്ങളെക്കുറിച്ച് അവൾക്ക് ഒരു മുന്നറിവ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ സമ്മതിക്കത്തില്ല. എന്താ കാര്യം? ഓരോ ദിവസം ചെല്ലുമ്പോൾ മനുഷ്യൻ നെഞ്ചുവേദന കൂടുന്നു. അതേസമയം തന്നെ ഡോക്ടറെ അടുത്ത് അവിടെ ചെല്ലുമ്പോൾ മുമ്പത്തെ പോലെ ക്രിയാറ്റിന് മാറ്റമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു ഈ ക്രിയാറ്റിൻ വെച്ചുകൊണ്ട് ഓപ്പറേഷൻ നടക്കത്തില്ല, ഓപ്പറേഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ക്രിയാറ്റിൻ വെച്ചുകൊണ്ട് ഓപ്പറേഷൻ നടക്കത്തില്ല, പ്രഷർ കൂടുതലാണ്, ഈ പ്രഷർ വെച്ചുകൊണ്ട് ഓപ്പറേഷൻ നടക്കത്തില്ല. അപ്പോഴും ഈ ഡോക്ടർ എപ്പോഴും ഇങ്ങനെ ഓപ്പറേഷൻ എന്ന് പറയുകയും അതേസമയം തന്നെ ഈ ആദ്യത്തെ കിഡ്നി മാറ്റിയാലും 3 ലക്ഷം രൂപ കടവിരിക്കുകയും മറ്റുള്ള കാര്യത്തിൽ എന്തുമാത്രം കട എവിടെ നിന്ന് മേടിക്കുമെന്ന് അറിയാൻ പാടാതിരിക്കുകയും ഇവർ വിഷമിച്ചിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് അവരെ. കടന്നു പോകുമ്പോഴൊക്കെ അവർക്ക് മനസ്സിൽ തോന്നിക്കുന്നൊരു കാര്യമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാക്കോബ് 1:3 എടുത്തേ. അവർക്കത് ഇങ്ങനെ ഡോക്ടർ ഓപ്പറേഷനൊക്കെ പറയുന്നുണ്ടെങ്കിലും ഷീസ് നോട്ട് ഫീലിംഗ് സോ. അങ്ങനെ അവർക്ക് ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് തോന്നണില്ല. അതുകൊണ്ട് അവർ ഹാപ്പിയാണ്. നമ്മളെ കേട്ടിട്ട് നമുക്ക് ഹാപ്പിയല്ല, ഇത് കേട്ടിട്ട് നമ്മളെ ഹാപ്പിയല്ല, പക്ഷെ അവർ ഹാപ്പിയാണ്. അതെന്താ കാര്യം? അതിന് കാരണമുണ്ട്. യാക്കോബ് 1:3 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1:3 എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ യാക്കോബ് 1:3 എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. അതാണ് ഫിഡലിറ്റി, വിശ്വസ്തതയ്ക്ക് സ്ഥിരവിശ്വാസം എന്ന പേരാണുള്ളത്. എന്താണ് ഫിഡലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിബ്ലിക്കലി സ്പീക്കിംഗ് അതൊരു സ്ഥിര വിശ്വാസമാണ്. കേവല വിശ്വാസത്തിന് കുഴപ്പമുണ്ട്, ഗ്യാപ്പുണ്ടാവും. ഇന്ന് വിശ്വസിച്ച് നമ്മൾ നാളെ ECG എടുക്കാൻ ചെല്ലുമ്പോൾ പിന്നെ ബ്ലോക്ക് കാണുമ്പോൾ വിശ്വാസം ഉരുകിപ്പോവും. സാധാരണ വിശ്വാസത്തിന് കുഴപ്പം അതാണ്. മനസ്സിലായില്ലേ? സാധാരണ ആൾക്കാർക്കുള്ള വിശ്വാസം, കോമൺ പീപ്പിളിനുള്ള കോമൺ ഫെയ്ത്ത്, ഞാൻ അതിനെ കോമൺ ഫെയ്ത്ത് എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും ഉള്ളത് കോമൺ ഫെയ്ത്താണ്, നോട്ട് പെർട്ടിക്കുലർ ഫെയ്ത്ത്. പെർട്ടിക്കുലർ ഫെയ്ത്ത് എന്ന് പറഞ്ഞത് പെർമനൻറ്റ് ഫെയ്ത്താണ്, സ്ഥിരവിശ്വാസമാണ്. സ്ഥിരവിശ്വാസം ഡോക്ടറല്ല. ഇനിയിപ്പോൾ ഈ മനുഷ്യൻ പടത്തിൽ താഴെ വീണാലും ഇപ്പോൾ പ്രകാരത്തിൽ കൈയും ചൂട്ടി നിൽക്കും. എന്താണ്? കർത്താവ് ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട് ഇത് അവസാനമല്ലെന്ന്. കാര്യം ദൈവത്തെ പഠിപ്പിക്കപ്പെടുന്നു. അവരെല്ലാം 6:45 എടുത്ത് ശ്രുതികട്ടെ. യോഹന്നാന്റെ സുവിശേഷം ശ്രുതികട്ടെ. യോഹന്നാൻ 6:45 അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. എന്താണ്? ഒരു വ്യക്തി, അതായത് അവർ തിയോളജി പഠിച്ച് ഈ പെപ്പടക്കാലത്ത് ചേർത്ത് ഞങ്ങളെപ്പോലെ തിയോളജി പഠിച്ചിട്ടില്ല, ബൈബിളും ക്ലാസ്സിലും പോയിട്ടില്ല. പക്ഷേ ഭജനം എന്താ പറയണത്? ബൈബിൾ ക്ലാസ്സിൽ പോയ എല്ലാവരും, ദൈവശാസ്ത്രം പഠിച്ച എല്ലാവരും എന്നല്ല, അവരെല്ലാവരും കോമൺ പീപ്പിളാണ്. എല്ലാവരും ആരെല്ലാം ഈശോയിൽ വിശ്വസിക്കുന്നോ അവരെല്ലാവരും കൈയിടിച്ച് കർത്താൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ക്രിയാറ്റിൻ കുറയുന്നില്ല, പ്രഷർ കുറയുന്നില്ല, പക്ഷേ ഓപ്പറേഷൻ നീക്കി കൊണ്ടുപോകുന്നു. അപ്പോൾ ഡോക്ടർ ഓപ്പറേഷനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ടെസ്റ്റ് കഴിയുമ്പോൾ ഓപ്പറേഷൻ തന്നെ സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഇവരത് സ്ഥിരീകരിക്കണില്ല. ഇവരെന്താണ്? ഐസയ 43:18 അനുസരിച്ചുകൊണ്ട് ഒരു പുതിയ കാര്യം കർത്താവ് ചെയ്യും, അത് മുളയെടുക്കണം അവർ അറിയുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ വചനത്തിൻ്റെ ആന്തരിക അനുഭവത്തിൽ ജീവിക്കാൻ. അതുകൊണ്ട് അവർ ഓപ്പറേഷന് വേണ്ടി പൈസക്ക് ഒന്നും പോകുക, അലട്ടൽ സ്വയമായിട്ട് അലട്ടുക ഒന്നുമില്ല. അവർ സ്ഥിരപ്രജ്ഞനെപ്പോലെ ഇങ്ങനെ പോവുകയാണ് കാര്യങ്ങൾ, ഒരു കൂളായിട്ട് പോവുകയാണ്. അതിന് പ്രാർത്ഥന, കൃത്യനിഷ്ഠമായ പ്രാർത്ഥന. ഇതിനിടയ്ക്ക് വേറെ പരിപാടി അവർക്ക് മനസ്സിലൊരു കാര്യം മനസ്സിലായി. അവർക്ക് എന്താ മനസ്സിലാക്കി കഴിഞ്ഞാൽ
അവർ ഉടമ്പടിയിലെ പ്രേക്ഷിത പ്രവർത്തനമാണ് പ്രത്യക്ഷ പ്രാർത്ഥനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പത്രം കൊടുക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താണ്, ഈ രോഗികളെ കാണുന്നതിൽ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്. പിന്നെ എന്താണ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം റെക്ടിഫൈ ചെയ്യും പാവം. എന്നൊക്കെ ഒന്ന് ചിന്തിക്കുക. അവിടെ ലിമിറ്റഡ് റിസോഴ്സാണ്. അവരുടെ വരുമാനം നിങ്ങൾക്ക് അറിയാമല്ലോ. ആ വരുമാനത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് അവർ രോഗികളെ പോയി കാണാൻ തുടങ്ങും. അവർക്ക് എന്തെങ്കിലുമൊക്കെ പൈസ കൊടുക്കുക, അവിടെ ഉള്ളതിൽ നിന്ന് പൈസ കൊടുക്കാൻ തുടങ്ങും. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും. രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാൻ, മറ്റു രോഗികൾക്ക് ആശുപത്രി പോയി ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും. പിന്നെ അല്ല, ഇവർ വേറെ പരിപാടിയൊക്കെ ചെയ്യും. ഇവർ ചെയ്യണമെന്ന് വെച്ചാൽ ഇവർ ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് ഇറങ്ങും. ഇറങ്ങിയിട്ട് രോഗികളുടെ വീട്ടിലൊക്കെ പോയി പ്രാർത്ഥിക്കും. വയറിളക്കം തൊട്ട്. അപ്പോൾ ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്ന് ആശുപത്രിയിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് പേര് വെട്ടിയിട്ട് ആശുപത്രിയിൽ നിന്ന് അതായത് ഇനി ചികിത്സയില്ലെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ള രോഗിനെ കാണും. കിടക്കയോട് കൂടിയാണ് ആശുപത്രി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവർ ആ വഴി കൂടി പോകുമ്പോൾ ഈ ചേട്ടനെ കാണും. ചേട്ടനെ എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത ചേട്ടനാണ്. ചേട്ടനെ മരിക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് പോയി ഈ ചേട്ടൻ അവരുടെ വീട്ടിലെ അനുവാദത്തോടു കൂടി ഒരു വിശ്വാസപ്രമാണം ചൊല്ലി ആ ചേട്ടൻ്റെ വയറിലും മുതുകത്തിലും പുരട്ടി കൊടുക്കും. പിറ്റേ ദിവസം വഴി അവർ നടന്നു പോകുമ്പോൾ ഈ ചേട്ടൻ വന്ന് കട്ടിൽ അവിടെ ഇപ്പോൾ മുറ്റത്ത് വന്ന് കസേര ഇരിക്കണ കാണാം. പ്രൈസ് ദി ലോർഡ്. അതിനൊക്കെ നോക്കിയാൽ ഒരു കർത്താവിൻ്റെ ശക്തി വ്യക്തി പ്രവർത്തിക്കണം കണ്ടില്ലേ? ഈ വിശ്വാസത്തിൻ്റെ ഒരു വലിയൊരു ധർമ്മസാക്ഷിയാണ് ഇവർ. അതായത് ഇവരുടെ വീട്ടിൽ ആവശ്യത്തിന് കൂടുതൽ പ്രശ്നമുണ്ട്. എന്നിട്ട് അവർ ആ ഉടമ്പടിയുടെ ഇവാഞ്ചലൈസേഷൻ, കാരണം കർത്താവിനെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക എന്നുള്ള ആ ജോലി അവർ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയും. അതെന്താ കാര്യം? ഒരു പുതിയ കാര്യം മുന്നെടുക്കാൻ പോകുന്നത് അവർ തിരിച്ചറിയുന്നുള്ളിൽ. അപ്പോൾ ദൈവാത്മാവിനെ പ്രേരിതരായിട്ട് നമുക്കറിയാം. 8:14 എടുത്ത റോമ 8:14 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റോമ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം, പറഞ്ഞ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഇവരൊരു ദൈവ പൈതലായി മാറിയിരിക്കുകയാണ്. എന്താ കാര്യം? ഇവർ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുത്തോണ്ടിരിക്കുകയാണ്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ അന്തസത്ത അതാണ്. എന്താണ്? മനുഷ്യാത്മാവിനല്ല, ദൈവാത്മാവിനാൽ നയിക്കപ്പെടും. അതുകൊണ്ട് ഈ പപ്പടം വെച്ച് കിട്ടുന്ന കാശിൻ്റെ ബാക്കി എടുത്തിട്ട് മിച്ചം വെച്ചിട്ട് മറ്റു രോഗികളെ പോയി കാണുകയും അതുപോലെ തന്നെ രോഗം പിടിച്ച് കിടക്കുന്ന ആൾക്കാരെ ഉടമ്പടി തൈലം കൊണ്ട് തേച്ച് കർത്താവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും അമ്മയെക്കുറിച്ചും അമ്മയുടെ കരുതലിനെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചൊക്കെ അവരോട് സംസാരിക്കുകയും അവരെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അവർ ദൈവാത്മാവ് നയിക്കപ്പെടുകയാണ്. ഇവരാരാണെന്നാണ് ദൈവത്തിൻ്റെ വിജയം പറഞ്ഞ റോമ 8:14. അവർ ദൈവത്തിൻ്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ദൈവത്തിന്റെ മക്കളാണ്. ആരാണ് ക്രിസ്ത്യാനി, ആരാണ് അക്രൈസ്തവൻ എന്ന് പറയാൻ പറ്റത്തില്ല. whomsoever who is led by Holy Spirit is a Christian. ആരാണ് is a son or daughter of God എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ദൈവാത്മാവ് നയിക്കപ്പെടുന്നത് അവരാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളും മോക്ഷരാജ്യത്തെ അവകാശമാക്കി തീർക്കുന്ന കൂദാശയാണ്. പക്ഷേ ഈ കൂദാശയുടെ പുറത്ത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള അതേസമയം തന്നെ സമാന്തര കൂദാശ നടക്കുന്നുണ്ട്. എന്താ കാര്യം? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ വിശ്വസിക്കുകയും ആ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ കൈമാറാൻ വേണ്ടി നീ നിൻ്റെ വിശ്വാസത്താൽ സഞ്ചരിക്കുമ്പോൾ ദൈവ പൈതലേ, നീ ദൈവ പൈതലാണെന്ന് വചനം പറയുക മാത്രമല്ല, നീ വിശ്വാസത്താൽ സ്നാനം സ്വീകരിച്ച നിത്യരക്ഷയ്ക്ക് അവകാശമായ ദൈവത്തിൻ്റെ പൈതലാണ്. കൈയടിച്ചു കണ്ടേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന. ഹല്ലേലൂയ. ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. സ്വർഗ്ഗം തുറന്നു നീ പരന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ അഭിഷേകം തരണമേ. സ്വർഗ്ഗം തുറന്നു നീ പരന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ അഭിഷേകം തരണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ.
ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആൽബത്തോടെ ഭാഷാവർത്തോടെ ആൽബത്തോടെ ഭാഷാവർത്തോടെ ശ്രദ്ധിക്കട്ടെ ഭാഷാവർത്തോടെ രോഗങ്ങള് പീഡകള് ദുരിതങ്ങള് ഭാരങ്ങള് പ്രശ്നങ്ങള് യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ ഭാഷാവർ ശ്രദ്ധിക്കട്ടെ അഭിഷേകത്തിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഭാഷാവർത്തോടെ ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ പിന്നീട് എലിസബത്ത് ബെന്നിയം കൊണ്ട് പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലാം. അപ്പോൾ ഡോക്ടർ പറയും നിങ്ങൾ അനസ്തേഷ്യസിനെ കാണാൻ പറയും, കൗൺസിലിംഗ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഒന്ന് ചിന്തിക്കേ, കൗൺസിലിംഗ് എന്തിനാണ് പറയണത്? ഓപ്പറേഷൻ ഉണ്ട്, ഓപ്പറേഷൻ മുമ്പ് അനസ്തേഷ്യസ്റ്റ് ഇവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കും. അപ്പോൾ കൗൺസിലിംഗ് കൊടുത്തത് എന്താണെന്നറിയാമോ? കൗൺസിലിംഗ് കൊടുത്തത് ഈ മനുഷ്യനെ ഇത് ഓപ്പറേഷനെ അഭിമുഖീകരിക്കാൻ വേണ്ടി എക്വിപ്ഡ് ആക്കണമല്ലോ, മെൻ്റലി അവരെ ഫിറ്റാക്കണ്ടേ. അതിന് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയും. എന്താണ്? ഓപ്പറേഷൻ മുമ്പ് നിങ്ങളുടെ താടി വടിക്കും. മനസ്സിലായ? ആ കഥ പോണ പൊക്കുണ്ടില്ലേ? അല്പം പോലും ഓപ്പറേഷൻ എന്നുള്ള ശബ്ദത്തിൽ നിന്ന് ഇത് മാറണില്ല. ഈ ഇവർ കൊണ്ടുപോയി പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു, രോഗികളെ കണ്ടു, അതുപോലെ പത്രം കൊണ്ട് കൊടുത്തു, ഉടമ്പടി തൈലം തേച്ച് രോഗികളെ സുഖപ്പെടുത്തി. അവരിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടാണെങ്കിലും ഓപ്പറേഷൻ മാറ്റിയില്ല. അവിടെ ചെന്നപ്പോൾ പഴയ അവസ്ഥ തന്നെ. പഴയ അവസ്ഥ എന്താ പറയണത്? കൗൺസിലറിനെ പോയി കാണാൻ പറഞ്ഞു, അനസ്തേഷ്യസിനെ പോയി കാണാം, ബോധം കെടുത്തുന്ന ഡോക്ടറെ പോയി കാണണം, പിന്നെ കൗൺസിലറിനെ പോയി കാണണം. കണ്ടപ്പോഴെന്താ പറയണത്? ഓപ്പറേഷൻ ഉണ്ട്, പക്ഷേ അത് കൗൺസിലിംഗ് വേണം. എന്താണ്? അപ്പോൾ ഡോക്ടർ കൗൺസിൽ ചെയ്തിട്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ താടി വടിക്കും ഓപ്പറേഷൻ മുമ്പ്. പിന്നെന്താ പറയണത്? വെൻറ്റിലേറ്റർ ചിലപ്പോൾ ഓഫ് ചെയ്തെന്ന് വരുമെന്ന്. മാതാവേ, ഇപ്പം തന്നെ അറ്റാക്ക് വരുന്നത് കേൾക്കുമ്പോൾ. അപ്പോൾ ഇവൾ അവിടെ നിന്നും പറയും, എൻ്റെ അമ്മേ, ഈ മനുഷ്യർക്ക് എൻ്റെ ഭർത്താവിന് നെഞ്ച് വെട്ടിപ്പൊളിക്കാൻ നീ അനുവദിക്കുമോ? അനുവദിക്കത്തില്ലല്ലേ? അവൾ തന്നെ തീരുമാനിക്കും. ഒരു പ്രാർത്ഥന പണ പോക്കണ്ടില്ലേ? ഈ മനുഷ്യർക്ക് എൻ്റെ ഭർത്താവിനെ നെഞ്ച് വെട്ടിപ്പൊളിക്കാൻ നീ അനുവദിക്കരുത്, നീ അനുവദിക്കരുതില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. പ്രഖ്യാപിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അത്ഭുതമായി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇത്രയും ഡോക്ടറുടെയൊക്കെ അനധ്യക്ഷനും കേട്ടിട്ട് ഇവർ വിടുന്നില്ല. അവരാ പഴയ വിശ്വാസത്തിൽ നിൽക്കുകയാണ്. എന്താണ്? എൻ്റെ ഭർത്താവിന് നെഞ്ചു പൊട്ടിപ്പൊളിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണ്? ഞാൻ ഉടമ്പടി എടുത്ത് ഈ ഡോക്ടറിനിടയ്ക്ക് എത്ര ഈ ഡോക്ടർ ഇങ്ങനെ പറയുമ്പോഴും ഇവർ പറയും, ഡോക്ടറെ അതുണ്ടാവത്തില്ല, ഡോക്ടറെ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നത്, ഇത് കണ്ട നീ നോക്കിയേ, 4 ബ്ലോക്കാണുള്ളത്, മേജർ ബ്ലോക്കാണുള്ളത്, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാകത്തില്ല, ബുദ്ധിമുട്ടില്ല സംസാരിക്കണത്. ഉടനെ അവർ പറയും, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറയും. പച്ചക്ക് വരെ മുഖത്ത് നോക്കി ഡോക്ടറിൻ്റെ, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന്. നിങ്ങൾ നോക്കിയേ അവരുടെ വിശ്വാസം. അവരുടെ വിശ്വാസത്തെക്കുറിച്ച് യാക്കോബ് പറയണം 1:4 എടുത്ത്. യാക്കോബ് 1:4. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ യേശുവേ സ്തുതി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യാക്കോബ് 1:4. ഈ സ്ഥിരത പ്രൈസ് ദി ലോർഡ്. ഈ സ്ഥിരത പൂർണ്ണഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും.
അപ്പോൾ ഈ സ്ഥിരത എന്ന് പറയുന്നത് ഏതാണെന്നറിയാവോ? ഇത് നമ്മൾ 2 പത്രോസിൻ്റെ 3:8 വായിക്കേണ്ടതാണ്. വായിച്ചേ, ശ്രുതിക 2 പത്രോസ് 3:8. ശ്രുതികയുടെ ഹല്ലേലൂയ 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 2 പത്രോസ് 3:8. ആ, പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. കാലവിളംബത്തെ കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഞാൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോമനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, കർത്താവിൻ്റെ സമയം സംപ്രവചനകമായി വരും, കർത്താവിൻ്റെ സമയം സംപ്രവചനമായി വരും, നീ ടേക്ക് വേർഡ് ഓഫ് ഗോഡ് എടുക്കാൻ പറഞ്ഞ്. അവർ പുറത്ത് പോയി 9 എടുത്തുകൊണ്ട് വന്നിട്ട് കർത്താവിൻ്റെ സംഭവമായ വരുമെന്നുള്ള ആ വചനം കിട്ടണില്ല. ഇപ്പോഴും ഞാൻ താഴേക്ക് വായിക്കുമെന്ന് പറയുമ്പോൾ എന്നോട് പരിശുദ്ധമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താഴെ ഉണ്ടെന്ന്. അതിൻ്റെ വചനം എന്താണ്? കർത്താവിൻ്റെ ദിനം വരണത് സംപ്രവചനകമായിട്ട്. ടേക്ക് ദ വേർഡ്, റീഡ് ഇറ്റ് അഗൈൻ. കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും. നമ്മുടെ പ്രതീക്ഷകളെ നമുക്കറിയാമല്ലോ, നമ്മുടെ പ്രതീക്ഷകളെ അപ്രത്യക്ഷമാകും. നമുക്കൊരു പ്രതീക്ഷയില്ലാതെ പോലും ഈ ഒരു പ്രതീക്ഷയുമില്ലാതെ വരികയും നമ്മളിപ്പോൾ നോക്കിയേ, വീണ്ടും ഡോക്ടർ താടി പഠിക്കാനൊക്കെ അല്ലേ പറയണത്, വെന്റിലേറ്റർ ഓഫാവുന്നൊക്കെ അല്ലേ പറയണത്. ഇതാണ് കർത്താവിൻ്റെ ദിനത്തിൻ്റെ അടയാളങ്ങൾ. കർത്താവിൻ്റെ ദിനം എന്ന് പറയുമ്പോൾ നിത്യതയാണെന്നും അല്ലെങ്കിൽ ലോകാവസാനമാണെന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, അങ്ങനെയുണ്ട്. പക്ഷേ ഇമ്മീഡിയറ്റ് പരൂസ്യ എന്ന് പറഞ്ഞ ഒരു പേഴ്സണൽ പരൂസ്യ ഉണ്ട്. എന്താണ്? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അത് ശാപമാണെന്നല്ല നിങ്ങൾ പറയേണ്ടത്. എന്താണ്? കർത്താവ് വരാൻ കാലമായി, കർത്താവിൻ്റെ ദിനം. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. രാജാധിരാജൻ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പദാർത്ഥങ്ങൾ വെന്തിരുകുമ്പോൾ, എല്ലാ പ്രതീക്ഷയും അറ്റുപോകുമ്പോൾ ആകാശം കാണുന്നില്ലെന്നാണ് പറയണത്. ആകാശം കാണാത്തൊരവസ്ഥ നോക്കിയേ. അതായത് എല്ലാ പ്രതീക്ഷകളും പോകുന്നു, പ്രതീക്ഷകളും നക്ഷത്രങ്ങളെയും കാണുന്നില്ല, നക്ഷത്രം ഉൾക്കൊള്ളുന്ന ആകാശവും കാണുന്നില്ല, എല്ലാം തീരുകയാണ്. അപ്പോൾ എന്താണ്? കർത്താവിൻ്റെ ടൈം വരികയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനം വേണമെന്നാണ് പറയണത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനം വേണം. അതാണ് 1 യാക്കോബിന്റെ 1:5 എടുത്തേ. ശ്രുതികട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 നന്ദി യേശുവേ സ്തുതി ആരാധന. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനാ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനാ. യാക്കോബ് 1:5. നിങ്ങളിൽ ജ്ഞാനം നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവൻ അത് ലഭിക്കും. നിങ്ങൾ ഈ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ വചനം ഏതാണ്? യാക്കോബ് 1:5. ഈ ജ്ഞാനം എന്തിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്? ആ യാക്കോബ് അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. യാക്കോബ് 1:4 വായിച്ചേ.
ഈ സ്ഥിരത പൂർണ്ണഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും. എല്ലാ കുറവുള്ള സ്ത്രീയാണിത്. ഇതുവരെയൊക്കെ ഓപ്പറേഷൻ മാറ്റിയിട്ടില്ല, കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൾ ഇപ്പോഴും വിശ്വസിക്കണത് എന്താണ്? ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്താ കാര്യം? ഒരു പുതിയ കാര്യം കർത്താവ് ചെയ്യുമെന്ന് ഇവർക്ക് ജ്ഞാനവരമുണ്ട്. ഇവർക്ക് ജ്ഞാനവരം കിട്ടിയിരിക്കുകയാണ്. അതായത് നിങ്ങൾക്കറിയാം, ഉടമ്പടി എന്ന് പറയുന്നത് എന്തെല്ലാം വരങ്ങളാണ് മനുഷ്യന് കൊടുക്കുന്നത്. ജ്ഞാനവരം കൊടുക്കും, വിശ്വാസവരം കൊടുക്കും, ഭാഷാവരം കൊടുക്കും, രോഗശാന്തി വരം കൊടുക്കും. എന്തെല്ലാം വരമാണ് ഈ സ്ത്രീക്കുള്ളത്. പക്ഷേ ഇവൾ നോക്കുമ്പോൾ പപ്പടം കച്ചവടമാണ് പരിപാടി, ജീവിക്കാൻ വേണ്ടി. പക്ഷേ കർത്താവിൻ്റെ കൃപയിൽ ഇവൾ സമൃദ്ധമായ ഒരു ചക്രവർത്തിയായിട്ട് അങ്ങനെ വിരസുകയാണ്. നോക്കിയേ, നമ്മൾ എല്ലാം തീർന്നു എന്ന് പറയുമ്പോഴാണ് വചനം എല്ലാം നിറഞ്ഞു എന്ന് പറയണത്. പക്ഷേ ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് പറയണം? ജ്ഞാനവരം വേണം. ഇവൾക്ക് പതർച്ചയില്ല. അപ്പോഴിവൾ പറയണത് ഇല്ല കർത്താവ് ഇതിന് തീരുമാനം ഉണ്ടാക്കും, എനിക്കറിയാം. അപ്പോഴേ നമുക്കറിയാം, ഇതിന് താഴെ ഒരു വചനം കിടക്കുന്നത് എന്താ വെച്ചാൽ, അതായത് ഈ പൂർണ്ണത എന്ന് പറയണത് ജ്ഞാനം കൊണ്ടുണ്ടാകേണ്ടതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് ഇപ്പം എന്ത് സംഭവിക്കുന്നോ, ഒരു വ്യക്തി ഇപ്പോൾ ഈ മനുഷ്യന് ഹൃദയത്തിന് ഓപ്പറേഷൻ, 4 ബ്ലോക്ക്, മേജർ ബ്ലോക്ക്, അതാണ് പ്രവൃത്തി എന്ന് പറയണത്. പക്ഷെ പ്രവൃത്തി എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എന്തിനാണ് ഈ 4 ബ്ലോക്ക് വെക്കണത്? കിഡ്നി പോയ ആളിന് എന്തിനാണ് 4 ബ്ലോക്ക് വെക്കണത്? അപ്പോൾ നമുക്ക് നോൺസെൻസായിട്ട് തോന്നും. അതല്ല, ഈ കിഡ്നി പോയ ആളിന് 4 ബ്ലോക്ക് വെച്ചാലും ഇവളെ കൃപയിലും അവനെ കൃപയിൽ വളർത്താൻ ദൈവത്തിന് കഴിയും. മനസ്സിലായ? അതിനുള്ള വിശ്വാസം ഇൻവെസ്റ്റ് അവിടെ ചെയ്യണം. അതിനുള്ള പ്രാപ്തി, ഇവൾ ആരോഗ്യവതിയാണ്, ആ വിശ്വാസം കൊടുക്കാനുള്ള കഴിവ് അവൾക്കുണ്ട്. എന്താ, അതുകൊണ്ടാണ് അവൾ വിട്ടുകൊടുക്കുക. ഡോക്ടറിൻ്റെ വാക്കിന് അമ്പിനും ബില്ലും അടുക്കാതെ ഒറ്റ നിപ്പ് നിൽക്കുന്നത് എന്താണ്? അത് വിശ്വാസത്തിൻ്റെ സ്ഥിരതയാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, സങ്കീർത്തനം 103:7 എന്താ പറയണത്? കർത്താവ് ഇസ്രായേലിന് തൻ്റെ പ്രവർത്തികളും, പറഞ്ഞേ, കർത്താവ് ഇസ്രായേലിന് തന്റെ പ്രവൃത്തികളും മോശയ്ക്ക് തന്റെ വഴികളും കാണിച്ചു. അപ്പൊ കർത്താവ് 2 കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് മനുഷ്യരാശിയോട്. എന്താണ്? ഒന്ന്, ഇസ്രായേലിന്, ഒരു വ്യക്തി ഇസ്രായേലാണെങ്കിൽ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെങ്കിൽ അയാൾക്ക് ദൈവം എന്താണ് പ്രവർത്തിക്കണമെന്ന് പറയും. പക്ഷേ ദൈവം അവരോട് ജനറലായിട്ട് എന്തിനാണ് പ്രവർത്തിക്കണമെന്ന് പറയത്തില്ല. അതിന് പ്രത്യേക അഭിഷേകം വേണം, പ്രത്യേക വിളി വേണം, പ്രത്യേക സാധാരണ കോമൺ ഫെയ്ത്ത് എന്ന് ഫിഡലിറ്റിയിലേക്ക് മാറണം. പിസവറിങ് ഫെയ്ത്ത് ഉണ്ടാകണം, സ്ഥിരത ഉണ്ടാകണം. ഇവർക്ക് സ്ഥിരതയുള്ള ആളാണ്. ആ സ്ഥിരതയുള്ള ആളായതുകൊണ്ട് അവൾക്ക് എന്താ പറയണത്? അതിനുള്ള വഴികൾ. സങ്കീർത്തനം 103:7 വായിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. അവിടുന്ന് തന്റെ വഴികള് മോശയ്ക്കും പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. അപ്പൊ എന്താണ് ചെയ്യണത്? ഇവിടെ എന്താ സംഭവിക്കുക? എന്താണ് സംഭവം? 4 ബ്ലോക്ക്, അതാണ് സംഭവം, അതാണ് പ്രവൃത്തി എന്ന് പറയണത്. എന്തിനാണ് അത്? അതാണ് ജ്ഞാനമെന്ന് പറയണത്. അതാർക്കാണ് വെളിപ്പെടുത്തണത്? സ്ഥിരതയുള്ളവർക്ക്. ആർക്ക്? കോമൺ ഫെയ്ത്തിനല്ല, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവർക്ക്. ഇപ്പോൾ ലാസർ മരിച്ചില്ലേ? ലാസർ മരിച്ചു രോഗിയാണെന്ന് വന്ന് പറയും. ബെത്ബഹേദിൽ വന്ന് പറയും. ബെത്ബഹയിൽ പോയി, ബെഥനിയിൽ നിന്ന് ഈശോ ബെത്ബഹയിൽ പോയി താമസിക്കുമ്പോൾ ആ സമയത്ത് സ്നേഹിതനായ ലാസർ രോഗിയാകുമ്പോൾ അവിടുത്തെ മാർത്ത 2 പേരെ പറഞ്ഞു വിട്ടിട്ട് പറയും, ഗുരുവിനെ പോയി കാണണം, ലാസർ എൻ്റെ നില ഗുരുതരമാണെന്ന് പറയണമെന്ന് പറഞ്ഞു. പക്ഷേ അവർ വന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ, രഹസ്യമായി വന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ പത്രോസ് ചോദിക്കും, അവരെന്നാ ബെഥനിയിൽ നിന്ന് വന്നത്? അവിടെ വെച്ചാൽ നമ്മളെ കഴിഞ്ഞ ആഴ്ച കല്ലെറിഞ്ഞത്, ഇപ്പോഴെന്തിനാണ് അവരെ വിളിക്കാമെന്നാണ്? വീണ്ടും നമ്മൾ കല്ലെറിക്കൊള്ളാൻ അങ്ങോട്ട് പോകാനാണ് ഉദ്ദേശം? ഇതൊന്നും നടക്കാത്ത കാര്യമാണ്, എന്തിനാ അവൻ രഹസ്യമായിട്ട് പറഞ്ഞിട്ട് പോയതെന്നൊക്കെ പറഞ്ഞ് പത്രോസ് വല്ലാത്ത രീതിയിൽ കയർക്കുമ്പോൾ ഈശോ പറയും, നമ്മുടെ ലാസർ മരിച്ചു പോയെന്ന് പറയും. രോഗവിവരം പറയാനാണ് വന്നത്. പക്ഷെ അതിനുള്ളിൽ അയാൾ മരിക്കണ കർത്താവ് ആത്മാവിൽ കണ്ടെന്ന് പറയും, ലാസർ മരിച്ചുപോയി. എന്നിട്ട് ഈശോ പറഞ്ഞ വാക്കുണ്ട്. എന്താണ്? ഈ രോഗം മരണകാരണമല്ല. എന്താണ് പറഞ്ഞെന്താണ്? ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ളതാണ്. അതാണ് ജ്ഞാനമെന്ന് പറയണത്. രോഗം വന്നിരിക്കുന്നത് അതെല്ലാം പ്രവൃത്തിയാണ്. പക്ഷേ അതേസമയം തന്നെ എന്തിനാണത് വന്നിരിക്കുന്നത്? അതാണ് വഴിയെന്ന് പറയണത്. അതിന് യാക്കോബ് ജ്ഞാനമെന്നാണ് പറയണത്.
അതിന് ജ്ഞാനം എന്നാണ് പറയണത്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന പരീക്ഷണങ്ങൾ, അതാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. പരീക്ഷണങ്ങളുടെ ഉദ്ദേശമെന്ന് പറയണത് നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് അങ്ങനെ സംഭവിച്ചല്ലോ, ഉടമ്പടി എടുത്തിട്ട് ഞാൻ തോറ്റുപോയല്ലോ, ഉടമ്പടി എടുത്തിട്ട് എൻ്റെ മൊഡ്യൂൾ പോയല്ലോ, പിന്നെ ഞാൻ തോറ്റുപോയല്ലോ, ഉടമ്പടി എടുത്തിട്ട് ആ കല്യാണം വന്നത് പോയല്ലോ, ഉടമ്പടി എടുത്തിട്ട് എനിക്ക് അപകടം വന്നല്ലോ, ഇങ്ങനെ എടുത്തിട്ടും വന്നല്ലോ, എടുത്തിട്ടും സംഭവിച്ചല്ലോ എന്ന് പറയുമ്പോഴേ എൻ്റെ ദൈവത്തിൽ നിങ്ങൾ പ്രിലിമിനറി ഫെയ്ത്തിലാണ് ഇപ്പോഴും. നിങ്ങൾ സ്ഥിരതയുള്ള വിശ്വാസത്തിലല്ല. ദൈവം നിങ്ങളെ വിശ്വസിക്കണ വിശ്വാസത്തിലല്ല, ദൈവം നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കണ വിശ്വാസത്തിലാണ്, ജ്ഞാനപരത്തിലല്ല. പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം എന്താണ്? പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളെ സ്ഥിരതയുള്ളവരാക്കാനാണെന്ന്. അതുകൊണ്ടാണ് 1-3 പത്രോസിൻ്റെ 2 പത്രോസിൻ്റെ 1:19 3:18 വായിച്ചത്. നിങ്ങളെ പരീക്ഷിക്കണത് നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടാകാൻ വേണ്ടിയാണ്. ഈ സ്ഥിരതയെക്കുറിച്ചാണ് പൂർണ്ണതയെന്ന് നമ്മൾ നേരത്തെ വായിച്ചത്, കർത്താവിൻ്റെ പുസ്തകത്തിൽ യാക്കോബ് 1:3 വായിച്ചത്. ആ പൂർണ്ണത തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ യാക്കോബ് 1:5 ജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനം തന്നെയാണ് സങ്കീർത്തനം 107:3 കർത്താവിൻ്റെ വഴികളെന്ന് പറയണത്. എൻ്റെ ദൈവ പൈതലേ, ആധ്യാത്മികമായി യാത്ര 1 by 1 ആയിട്ടൊരു ദൈവത്തിലേക്കുള്ള വളർച്ചയാണ്. ഈ വളർച്ച എന്ന് പറയുന്നത്, ഈ ഗ്രോത്ത് എന്ന് പറയുന്നത്, ഉടമ്പടി ഒരു ഗ്രോത്ത് റിട്രീറ്റിനേക്കാളും വരദാനങ്ങളുടെ ധ്യാനത്തെക്കാളും അതുപോലെ തന്നെ തപസ് ധ്യാനത്തെക്കാളും ആന്തരിക സൗഖ്യ ധ്യാനത്തെക്കാളും പ്രാർത്ഥനാനുഭവ ധ്യാനത്തെക്കാളും ഉന്നതമായ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. പൈതലെ ഭർത്താവിനെ കൊണ്ട് ഓപ്പറേഷൻ ഡേറ്റിലെ ദിവസം ചെല്ലും. ഓപ്പറേഷൻ ഡേറ്റിന് തലേ ദിവസം ചെല്ലും. അപ്പോൾ വേറെ മാർഗ്ഗം ഒന്നുമില്ല, ഓപ്പറേഷൻ ഫിക്സ് ആയിപ്പോയി. അപ്പോൾ ഇവിടെ വിശ്വാസസഞ്ചാരം കാണണം. ഓപ്പറേഷൻ ഡേറ്റ് ചെല്ലുമ്പോഴും ഇവർ പറയും, ഡോക്ടറെ ഒന്ന് നോക്കുക. അപ്പോഴും പറയും, ഞാൻ ഉടമ്പടി എടുത്താണ്, അമ്മ എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല, ഒന്ന് നോക്കുക. എന്ത് നോക്കണമെന്നാണ് പറയണത്? നേരത്തെ ആൻജിയോഗ്രാം ചെയ്തിട്ടില്ലേ, അതിൻ്റെ CD കയ്യിലുണ്ട്, അതും വെച്ചുകൊണ്ട് ഇവർ ചോദിക്കുക, ഒന്ന് നോക്കുക. ഇതെന്തൊരു ജ്ഞാനമാണെന്ന് നോക്കിയേ. അപ്പോൾ ഡോക്ടറിന് ദേഷ്യം വന്നിട്ട് ഈ CD കമ്പ്യൂട്ടറിലിടും. കമ്പ്യൂട്ടറിലിടുമ്പോൾ ഇവരൊരു പ്രാർത്ഥിക്കും, അമ്മേ ചില്ലും പൊളിച്ചിറങ്ങി വന്നെ അമ്മേ, എനിക്ക് ആരുമില്ല അമ്മേ, പ്രൈസ് ദി ലോർഡ്. അമ്മയെ ചില്ലും പൊളിച്ച് കൃപാസനത്തിലെ ചില്ലും പൊളിച്ചിറങ്ങി വന്നെ അമ്മേ, എനിക്ക് ആരുമില്ല അമ്മേ എന്ന് പറയുമ്പോൾ ഒരു കുലുക്കം കേൾക്കും. ഇവർ നോക്കുമ്പോൾ കൃപാസന മാതാവ് കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് നിൽക്കും. സഞ്ചരിച്ചെത്തി ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ നൊമ്പരങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അമ്മയുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഡോക്ടർ ഈ കമ്പ്യൂട്ടറിൽ CD ടച്ചും ഇതിൻ്റെ ഫിഗർ നോക്കിയിട്ട് ഇവരെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. ആൻജിയോഗ്രാമിൻ്റെ ബ്ലോക്കാണ്, ആ ബ്ലോക്ക് ഇപ്പം കാണാനില്ല. അപ്പോൾ ഡോക്ടർ പറയും, ഇതിന് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, ഇതൊരു ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് ചെറിയ ബ്ലോക്കൊക്കെ ഉള്ളൂ, അത് 2 ഇപ്പം കാണുന്നുള്ളൂ, അത് ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് ചെയ്യാൻ പറ്റും. ഒരു കാര്യം, ആ മനുഷ്യനെ ആരോഗ്യത്തിൽ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിക്കൊണ്ട് ആ പപ്പടം വിറ്റ് ജീവിക്കുന്ന മനുഷ്യൻ, അവരെല്ലാവരും വിശുദ്ധയാണ്. വചനത്തെ ജീവിതത്തിൽ പരീക്ഷണം അതിജീവിച്ചുകൊണ്ട് ദൈവപൈതരായിട്ട് തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിച്ച സുവിശേഷത്തിന് കൈയും കാലും വെച്ച രൂപമാണ്. സ്തുതിക്കട്ടെ. വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസത്തിൽ സ്ഥിരതയോടെ മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾക്കെല്ലാം കർത്താവേ, ഞങ്ങൾക്കെല്ലാം കർത്താവേ, മഹത്വം മഹത്വം യേശുവേ.